ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഷെരീഫ്രോൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. സാജിദയെ പിന്തുടർന്നുകൊണ്ട് തന്നെ നമ്മുടെ ഷെരീഫ്രോ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവളെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാലോ. ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? ഇവിടൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ കുറെ ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട് എന്താ ഈ സാജിദ കാര്യം എന്നൊക്കെ. അപ്പൊ ഞാൻ വീഡിയോ ചെറിയ ഗ്യാപ്പ് ഇട്ടു. ആ വീഡിയോ എന്നല്ല, ഞാൻ പൊതുവെ ഒരു വീഡിയോ ഇപ്പൊ ഞാൻ ഇടലില്ല. ഭയങ്കര തിരക്കാ. നമുക്ക് ചാനലൊക്കെ പിന്നെ ആദ്യം നമ്മുടെ എന്താ പറയാ കുടുംബവും കൂട്ടുകാരന്മാരും ഇതൊക്കെ ഈ നാട്ടിൽ വന്നാലേ നമുക്ക് കിട്ടുള്ളൂ. അത് ഒഴിവാക്കിയിട്ട് ഇപ്പൊ ഈ വീഡിയോ ചെയ്ത് പിന്നെ ഇങ്ങനെ ഇരിക്കണം എന്നുള്ള ഒരു താല്പര്യവും എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെ തന്നെ ഞാൻ വീഡിയോ ചെയ്യല്. പിന്നെ സാജിദ കാര്യം എന്തായി എന്ന് ചോദിച്ചാലോട് ഞാൻ പറയാം, അത് അങ്ങനെ തന്നെ നടക്കുന്നുണ്ട്. അതിനൊരു കുഴപ്പമില്ല. പക്ഷെ ഓളെന്ന് കാണാൻ കിട്ടുന്നില്ല. എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടുവെച്ചെങ്കിൽ ഒന്ന് പറയണേ. എനിക്കെന്തായാലും കാണാൻ കിട്ടില്ല. വണ്ണാർക്കാട്ടേക്ക് തീരെയും കാണാൻ കിട്ടില്ല. എവിടേക്ക് ഇത് പോയെന്നൊരു പിടുത്തമല്ല. ആരൊക്കെയാ പറഞ്ഞിരുന്നു മലമ്പുഴയിൽ ഉണ്ട് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിരുന്നു, മറ്റോടത്ത് ഉണ്ടായിരുന്ന വീഡിയോ ഇട്ടിരുന്നു. ഓളിപ്പോ എന്തായാലും സന്യാസിയാകാൻ നടക്കുകയാണ്. ഓള് സന്യാസി ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അമ്മാതിരി പെടലല്ലേ ഇപ്പൊ പെട്ടിക്കണത്. മൊത്തത്തിൽ അങ്ങോട്ട് ലോക്കയിക്കല്ലേ. അപ്പൊ ഓള് സന്യാസി ആകട്ടെ. പിന്നെ എന്തിനാ ഇനി അവളുടെ പുറകെ തന്നെ പോണു? നിനക്ക് വേറെ എന്തെങ്കിലും കണ്ടന്റ് ചെയ്തൂടെ, അല്ലെ വേറെ എന്തെങ്കിലും പണിയെടുത്തൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു 3-4 ആളുകളെങ്കിലും സ്ഥിരം കമന്റ് ഇടുന്നുണ്ട്. അത് ഓളുടെ ഫേക്ക് ഐഡിയ ആണെന്ന് എനിക്കറിയില്ല. അവരോടാ ഞാൻ പറയുന്നത്. എന്റെ മക്കളെ പറഞ്ഞതും എന്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞ അനാവശ്യം, എന്റെ മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞ അനാവശ്യം അവളുടെ അക്കൗണ്ടിൽ ഇന്നും കിടപ്പുണ്ട്. അത് അവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല. ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് ഇതിമ്മ അങ്ങോട്ട് കോടീശ്വരനാകണം എന്നുള്ള നീയത്തോടു കൂടെ ഒന്നും അല്ല. എന്റെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ടാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത്. പിന്നെ ഞാൻ അവളെ കുറിച്ച് പറഞ്ഞത് ഇന്ന് വരെ അവളുടെ എന്റെ ചാനലിലെല്ലാം ഉണ്ട്. ഒന്നിലും ഒരു കള്ളത്തരവും ഇല്ല. അവൾ എന്നോട് തെളിവ് ചോദിച്ചു, ഞാൻ തെളിവ് കൊടുത്തു. അത് അവൾക്കും കൊടുത്തു, അവൾക്ക് വേണ്ടപ്പെട്ട ഒരാൾക്കും ഞാൻ കൊടുത്തു. എന്തിനറിയോ? ഞാൻ ഈ പറയുന്നത് നുണയൊന്നും അല്ല എന്നുള്ളത്. അവൾ എന്റെ ഭാര്യയെ കുറിച്ചിട്ട് എന്തെല്ലാം പറഞ്ഞു. ഒരു വോയിസ് കൊണ്ടെങ്കിലും അവൾക്കൊന്ന് തെളിയിക്കാൻ കഴിഞ്ഞോ? ഇല്ല. അവള് പറഞ്ഞു പിന്നെ ഷെരീഫ് അങ്ങനെ പറയുന്നത്, നീ തെളിയിക്കടാ. തെളിയിച്ചപ്പോ പിന്നെ തീരില്ല. ഇപ്പൊ ലൈവും ഇല്ല, കണ്ടന്റും ഇല്ല, വീഡിയോ ഇല്ല. മറ്റേത് അരി വറുക്കണത് എങ്ങനെ, മത്തി മറിച്ചിടുന്നത് എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടില്ല ഇതിന്റെ ഇടയ്ക്കൊന്ന് വന്നിരുന്നു. അപ്പൊ അതും കാണുന്നില്ല. അതെന്താ അറിയോ? എന്റെ കയ്യിലിരിപ്പ് കൊണ്ടാ. ഇജ് കളിച്ച ആള് മാറിപ്പോയി. അന്നെ ഞാൻ അങ്ങനെയൊന്നും വിടൂല. ഇജത് എന്ത് കാട്ടി കൂട്ടിയാലും ശരി വിടൂല. എന്റെ വീഡിയോ എന്റെ കയ്യിലുണ്ട്. ഇപ്പോഴും ഞാൻ പറയുന്നു, ജില്ലാന്നുണ്ടെങ്കിൽ ഷെരീഫ് നുണ പറയുകയാണെന്നുള്ളത് ഇജൊന്ന് വന്ന് പബ്ലിക്കിൽ പറ. അനക്ക് ഞാൻ വിട്ടുന്നത് സ്ക്രീൻഷോട്ട് അടക്കം ഞാൻ എടുത്ത് വിട്ടരടി. ഇതിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം. എനിക്ക് ധൈര്യം ഉണ്ടോ? ഇജിപ്പോ എന്തേ പറഞ്ഞു? ഞാൻ ഒന്നിനുമില്ല. പറയുന്നവരങ്ങനെ പറയട്ടെ, ചെയ്യുന്നവരങ്ങനെ ചെയ്യട്ടെ. ഓൾക്ക് ഗ്ലൂക്കോസും പൊടി വാങ്ങിക്കൊടുക്കാൻ തോന്നും. ഓളെ പറച്ചിലൊക്കെ കണ്ട നന്മ മരം അള്ളാടെ ദുനിയാവിൽ കാണൂല. അത്രക്ക് അങ്ങോട്ട് നന്നായിക്കോളെ. ഇത്രക്കൊന്നും നന്നാകട്ടെ. ഞാൻ ചോദിച്ചില്ല മറുപടിയിലും എന്താ ഇജിന്റെ വൈഫിനെയും എന്റെ ഉമ്മാനെയും എന്റെ മക്കളെയും കുറിച്ചിട്ട് പറഞ്ഞില്ലേ? എന്ത് തെളിവാ എന്റെ അടുത്തുണ്ടായിരുന്നത്? ഈ റീച്ചിന് വേണ്ടിയിട്ടും ഈ കണ്ടന്റിന് വേണ്ടിയിട്ടും ഇജ് എന്തെയോ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു സകല അനാവശ്യം അല്ലേ? എന്തൊക്കെയോ അനാവശ്യം പറഞ്ഞ ഒരെണ്ണ ഞാൻ എന്നെ വെല്ലുവിളിക്കടി. അങ്ങനെ നട്ടലില്ലോളാണെങ്കിൽ ഇജൊന്ന് കാണിച്ചോണ്ട. ഇതാ ഞാൻ പറഞ്ഞത് ഷെരീഫിനെ കുറിച്ചിട്ട്, അല്ലെ ഷെരീഫിന്റെ ഭാര്യയെ കുറിച്ചിട്ട്, അല്ലെ ഉമ്മാനെ കുറിച്ചിട്ട്, അല്ലെ മക്കളെ കുറിച്ചിട്ട്. ഇതാ തെളിവ് എന്നുള്ളത്. അനക്ക് എത്ര തെളിവ് ഞാൻ നിരത്തി കാണിച്ചെന്നടി. ഞാൻ ഇതില് പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ലേ ഞാൻ അനക്ക് ഇങ്ങനെ പേഴ്സണലി വിട്ടുന്നത് അല്ലേ? ഇജത് കാണും ചെയ്തില്ലേ? ഇജ്ജ് എന്നിട്ട് ആർക്കൊക്കെ വിളിച്ചിട്ട് ചോദിച്ചിരിക്കണത്? ഇത് വിട്ടെടുത്തത് ആർക്കാന്ന് ഓൾക്ക് തന്നെ വിടുത്തല്ല. ഓള് സകല ആളെയും വിളിച്ചു വെക്കണു. ഈ വിട്ട ആളുകളെ മുഴുവോള് വിളിച്ചിരിക്കണു. ഇജാ വിട്ടെടുത്തിക്കണ എന്നുള്ളത്. ഇത് ആരാന്നൊരു പിടുത്തം വേണ്ടേ? നേരത്തെ അങ്ങോട്ട് കൊടുത്തിക്കാണേ. പെരുന്നാ പൈസ കൊടുക്കണ മാതിരി. ഇത് ആർക്കാ കൊടുത്തിക്കണെന്ന് ഒരു പിടുത്തമല്ല. എന്നിട്ട് ഓള് സകല ആൾക്കാർ എന്നിട്ട് വേറെ ഒരുത്ത് എന്നോട് വിളിച്ചിട്ട് വെച്ചിട്ടുണ്ട്, എടാ എവിടുന്ന് എനക്കിത് കിട്ടിയത്? പിന്നെ ഇന്ത്യ തന്നെ ഉണ്ടായിരുന്നു 100 ചില്ലാനാണ്. പക്ഷെ ഇതേതാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്കിത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാം. അതിന് നിങ്ങളെ ആദ്യം സഹായം എനിക്ക് വേണ്ട. ഇന്ത്യ അടുത്ത് അതിന്റെ എല്ലാ സകല തെളിവും ഉണ്ട്. അതുകൊണ്ട് ഓൾ ഇനി 10 പൊക്കട്ടെ, അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാന്ന്. പക്ഷെ ഓൾ അതിന് ശേഷം എന്താ പറഞ്ഞറിയോ? ഓല് ചെയ്തോട്ടെ, ഞാന് പിന്നെ അതിനൊന്നും പ്രതികരിക്കണില്ല. പ്രതികരിച്ചാലല്ലേ കുഴപ്പമുള്ളൂ. നമ്മളെ വഴിക്ക് നമുക്ക് 5 മക്കളല്ലേ? 5 മക്കള്. ആ 5 മക്കളെ നോക്കണ്ടേ? മിനിഞ്ഞാന്നവൻ മറ്റേ അൽഫാമ് വേണമെന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പോ നമുക്ക് എവിടുന്ന കാശ്? നമ്മളിങ്ങനെ ജീവിക്കല്ലേ? കഷ്ടപ്പെട്ട് ജീവിക്കുന്നവന്റെ പ്രയാസം ഈ കളിയാക്കുന്നവർക്ക് എന്തോ ഒരു പാവ. എന്തായിരുന്നു ഒച്ച? ആരുടെ നാറി അന്റെ ചകള് ഇങ്ങനെ പറഞ്ഞിരുന്ന ഓളെ സൗണ്ടാപ്പത്.
ഒരാളെ കുറിച്ചിട്ട് എന്ത് തെമ്മാടിത്തരം വിളിച്ചു പറയാന്നുള്ള എൻ്റെ അഹംഭാവല്ലേ, അതാണ് ഞാൻ ആദ്യം ഒതുക്കിയത്. എൻ്റെ ക്രീമും എൻ്റെ ജീൻസും എല്ലാം പണി ശരിയായില്ലേ. എടി, ഇവളെ കുറിച്ചിട്ട്, സ്വന്തം ചോര മരിച്ചതിനെ കുറിച്ചിട്ട് ഇവളോട് ചോദ്യം ചെയ്തതിന് ആ ഒരു കുടുംബത്തിന്, ഇവളുടെ ഭർത്താവിന്റെ കുടുംബത്തിനെ ഇവളെ അങ്ങേയറ്റം വെള്ളം കുടിപ്പിച്ചിരിക്കുന്നു. പച്ചക്ക് കെട്ടിക്കാൻ പ്രായമുള്ള പെൺകുട്ടികളെ വരെ അത്രക്ക് അസഭ്യം ഇവള് പറഞ്ഞിട്ട് അങ്ങോട്ട് ചവിട്ടി വരുത്തിയിരിക്കുന്നു. അത് പേടിച്ചിട്ട് ആ ആളുകൾ മൊത്തം മിണ്ടാതിരുന്നിക്കുക. അവരൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അറിയോ, എൻ്റെ കയ്യിൽ തെളിവുണ്ട് നിന്നെ കുറിച്ച് ഏത് തൊട്ട് സെഡ് വരെ. മാത്രല്ല, നിന്റെ ഹസ്ബൻഡ് തൂങ്ങി നിന്നിട്ട് അവിടുന്ന് ഇറക്കിയ ആംബുലൻസ് ഡ്രൈവർ അടക്കം പറഞ്ഞു, എന്ത് നീ കാരണമാണ് ആ ചെങ്ങായി മരിച്ചതെന്നുള്ളത്. അതിന് ഉത്തമ ഉദാഹരണമാണ്. ഇപ്പൊ അടുത്ത് അവനൊരു കമന്റ് ഇട്ടു, ഈ നിന്നെ കുറിച്ച് പറയുന്നതും കേൾക്കുന്നതും ഒക്കെ 100% ശരിയാ എന്ന് എനിക്ക് ബോധ്യമുണ്ട്. കാരണം ആ മരിച്ച സമയത്ത് അവൻ ആ കെട്ടയക്കുമ്പോൾ ഞാൻ അവിടെ എടുത്തിട്ടുണ്ട്. അവിടുന്ന് ആ ജനങ്ങൾ പറയുന്നത് വരെ ഞാൻ കേട്ടതാണെന്ന്. അതിന് നീ എന്താ ചെയ്ത്? പുളിച്ച തെറിയ ചെക്കനോട് പറഞ്ഞില്ലേ അല്ലേ? ഇതാരനെ പറഞ്ഞെന്ന് എനിക്ക് നല്ല ഓർമ്മല്ലേ? എനിക്കറിയാം, നിനക്കും അറിയാം, എനിക്കും അറിയാന്നുള്ളത്. അവനും ഞാൻ കണ്ട് സംസാരിച്ചിരുന്നു. ഇനി ഇതിന്റെ വേറെ സത്യാവസ്ഥ കേൾക്കണോ? നിങ്ങളൊക്കെ പറഞ്ഞില്ലേ കബീർക്ക മരിച്ചത് ഇവളെ കാരണം കൊണ്ടല്ല എന്ന്. ഇവളെ തെമ്മാടിത്തരം പച്ചക്ക് കണ്ണോണ്ടാണ് കണ്ടു ആ മഹാപാവം, മനസ്സിലായോ? അതിലെന്താ ഉണ്ടായതറിയോ? ഇവളും അവനും പ്രശ്നമായി. ഇവളെന്ത് ചെയ്തു? പിടിച്ചു നിൽക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഇവള് നേരെ അവളുടെ വീട്ടിൽ കണ്ട് പോയി. അല്ലെങ്കിൽ അവൾ അല്ലാന്ന് പറയട്ടെ, ഞാൻ തെളിയിക്കാം. പിന്നെ ഇവളുടെ വീട്ടിൽ കണ്ട് പോയി, കുട്ടികളെയും പെറുക്കിയെടുത്തും കൊണ്ട് ഈ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്തു അറിയോ? ആ വീട്ടില് പിന്നെ ഇവളുടെ വീട്ടിലും ഈ ചങ്ങായി ഈ വീട്ടിലും ഈ കുട്ടികളെയും കൊണ്ട് ഈ മഹാപാവം ശരിക്കാണ് കുടുങ്ങി. അങ്ങനെ 2 ദിവസം വെയിറ്റ് ചെയ്തിട്ട് ഇവള് വരുന്നില്ല. ഇയാളുടെ ഫോൺ എടുക്കുന്നില്ല. പിന്നെ ഇയാൾക്ക് ഒരു റിപ്ലൈ കൊടുക്കുന്നില്ല. കാരണം കണ്ണോണ്ട് നമ്മളൊരു ആണ് കാണാൻ പറ്റാത്ത കാര്യം കണ്ടിക്കല്ലേ. ഈ ചങ്ങായി മാനസികമായിട്ട് മൊത്തമാണ് തകർന്നു എന്ന് മാത്രമല്ല, ഇവനെന്ത് ചെയ്തു? ഈ കുട്ടികൾക്കെങ്കിലും, ഈ കുട്ടികൾ ഉമ്മാനെ കണ്ണെന്ന് പറഞ്ഞൊക്കെ ഈ കുട്ടികൾക്കെങ്കിലും ഒരു ജീവിതം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്വന്തം ജീവിതം അങ്ങോട്ട് അവസാനിപ്പിച്ചതാ. ഇവള് വരാഞ്ഞിട്ട്. ഇവളുടെ വീട്ടിലാണ് പോയിരുന്നു. ഇവള് തിരിച്ച് ഇവരുടെ വീട്ടിലേക്ക് വന്നില്ല. ഏത് പ്രതിസന്ധിയിലും, എത്ര വലിയ ബുദ്ധിമുട്ടിലും, എത്ര വലിയ പട്ടിണിയിലും ഒരുമിച്ച് കൂടെ ഉണ്ടായിരുന്ന ഒരാണ് ഇവൾക്ക് വേണ്ടിയിട്ട് ജീവനൊടുക്കി. അതൊന്നും ആരും കാണുന്നില്ല. എല്ലാവർക്കും ഇവളുടെ 5 മക്കളുടെ കഥ പറയാനേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഇതിന്റെ പിന്നിലുണ്ട്. അന്ന് ഈ ചങ്ങായി വിളിച്ച സമയത്ത്, ഈ കണ്ണുകൊണ്ട് കണ്ട തെറ്റും പുറത്തൊരു ആൾ വിളിച്ച സമയത്ത് ഇവൻ തെറ്റ് ചെയ്ത പോലെയാണ് ഇവള് ചെയ്തത്. ഇവള് ഇങ്ങോട്ട് വരൂല എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് വരില്ല, എനിക്ക് നിങ്ങളോട് ജീവിക്കണ്ടെന്നാണ് പറഞ്ഞു. ഇത് കേട്ടതോടുകൂടെ ഓനോട് പോയി തൂങ്ങി മരിച്ചു. അത്രയേ ഉള്ളൂ. ആ ചങ്ങായിയുടെ മനക്കട്ടി അവനോട് തൂങ്ങി മരിച്ചു. ആ തൂങ്ങി മരിച്ചിട്ട് അവിടുന്ന് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നവരും ഈ എന്താ പറയാ, ഈ കെട്ടയക്കുന്നവരും എല്ലാവരും ഇവളന്ന് തെറി വിളിച്ചിരിക്കണു. അറിയോ നിങ്ങൾക്ക്? ഇവളൊരു കല്ലുമ്മ കയറിയിട്ട് ഞാൻ അവളും കൂടി എന്റെ വീഡിയോ കേൾക്കുകയാണെങ്കിൽ ഇതൊക്കെ കേട്ടോ. ഈ അവിടെ ഒരു കല്ലുമ്മ കയറി ഇരുന്നിട്ട് അങ്ങോട്ടും തിരിഞ്ഞിരുന്ന് കരയുന്നത് കണ്ടപ്പോ പല ആളുകളും വന്നിട്ട് നിനക്ക് സമാധാനമായില്ലേ, കഴിഞ്ഞില്ലേ, നിന്റെ എല്ലാതും കഴിഞ്ഞില്ലേ എന്നുള്ളത്. അപ്പൊ ഇന്റെ ഒന്നും കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ 3-ാമത്തെ ദിവസം ഓള് ലൈവില് വന്നിക്കണു. ഓൾക്ക് എന്താ, പോയാ പോയി. അത് ചോദ്യം ചെയ്യാൻ വന്ന അവളുടെ ഭർത്താവ് വീട്ടുകാരെ ഇവളെങ്ങനെയൊക്കെ തകർക്കാൻ പറ്റിക്കണോ, അസഭ്യവാക്കും കൊണ്ടും എല്ലാ കഥകളും കൊണ്ടും ഇവളങ്ങോട്ട് മൂടി വെച്ചിരുന്നു. അന്നൊന്നും ഇവള് വിചാരിച്ചിട്ടില്ല ഉത്തമ ഒരു ഇര ഇവളുടെ മുമ്പിൽ വന്ന് പെടുന്നുള്ളത്. ഞാനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇവളാര് കാരണം നന്നായോ അവൻ തന്നെ ഇവളുടെ യഥാർത്ഥ കാലം. അത്രങ്ങളാണ് ആലോചിച്ചാൽ മതി. ഞാനാണെന്ന് എനിക്ക് ഇവളുടെ ഒരു ക്രെഡിറ്റും വേണ്ട. ഞാൻ ഇവളുടെ ദ്രോഹിക്കാന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യം അവളുടെ വീഡിയോ ഒന്ന് കാണാൻ. എന്റെ കുഞ്ഞു മക്കളെ 2 വയസ്സോ 5 വയസ്സുള്ള മക്കളെ ഇവള് വേശിന്ന് വിളിച്ചിട്ട് അതിനകത്ത് വീഡിയോ പോസ്റ്റ് ചെയ്തിക്കണു. ഓൾഡ് അയിമന്നോള് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അതൊന്നും നിങ്ങൾക്ക് കാണണ്ട, അതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് സംസാരിക്കണ്ട. നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഞാൻ അവളുടെ പുറകെ തന്നെ പോവുകയാണെന്ന്. ഞാൻ പോവും, ഇനിയും പോവും. എന്റെ മക്കളെയും എന്റെ ഭാര്യനെയും എന്റെ മാതാപിതാക്കളെയും ഇവള് പറഞ്ഞിക്കണു വെച്ചെങ്കിൽ ഞാൻ ഇതിന്റെ പുറകെ തന്നെ പോകും. ഇവളെന്താ പറഞ്ഞ എന്റെ ഭാര്യക്ക് എന്റെ കൂട്ടുകാരന്മാരി മറ്റുള്ളവരൊക്കെ വിളിച്ച് കാണിച്ചു കൊടുക്കുക, എന്നിട്ട് റീച്ച് ഉണ്ടാക്കുകയെന്ന്. എടി ഇജ്ജ് റീച്ച് ഉണ്ടാക്കിയത് ഇജ്ജ് തുണി അയച്ചതും ഇജ്ജ് കാണിച്ചു കൊടുത്തതും ഇല്ല വീഡിയോസ് ഇന്ത്യ അടുത്തുണ്ട്. ഇജ്ജ് അങ്ങനെ ഒരു വീഡിയോസ് ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ച എനക്ക് കാണണോ? ഇഞ്ചി ഞാൻ വിട്ടുതരാം. 13 വീഡിയോസിന്റെ നിലവിൽ എന്റെ കയ്യിലുണ്ട്.
ഇതൊന്നും ഞാനായിട്ട് എന്റെ പെരയിൽ വന്നിട്ട് കല്യാണ വീഡിയോ ഷൂട്ട് ചെയ്യണ മാതിരി ഷൂട്ട് ചെയ്തതല്ലാന്ന് അനക്കറിയില്ലേ. ആർക്കൊക്കെ അയച്ചെടുത്ത് ഓലടുത്ത് പോയിട്ട് ചോദിച്ചത്, അല്ലാതെ ജിന്റെ അടുത്തേക്ക് ചോദ്യം ചെയ്യാൻ വന്നിട്ട് ഒരു കാര്യമല്ല. എന്റെ സകല തമ്മാടിത്തരം നാളെ ഇതിന്റെ പേരില് ഇത് കണ്ട എന്റെ മക്കൾ എന്റെ മുഖത്ത് തുപ്പും. ആ മക്കളുടെ വാപ്പ എന്തുകൊണ്ട് മരിച്ചു എന്നുള്ളത് നീ ഉത്തരം പറയേണ്ടി വരൂടി. ഇന്റെ പക ഉണ്ടല്ലോ, ഇന്റെ പക ചില്ലറൊന്നുമല്ല. അപ്പൊ ഏറെക്കുറെ എനിക്ക് അറിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ടും ബന്ധം എന്നെ വിടാത്തെന്നുള്ളത് ഉണ്ടാവും. ഞാൻ അങ്ങനെയൊന്നും വിടൂല. ഇന്ന ആ വീഡിയോ എന്റെ ചാനലിൽ ഇരിക്കുന്നിടത്തോളം കാലം അന്നെ ഞാൻ വിടുന്നു വിചാരിക്കണ്ട. അന്നക്ക് ഞാൻ തരാവുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ തന്നിട്ടുള്ളത്. ഇതിമൊന്നും ചൊതുങ്ങൻ വിചാരിക്കണ്ട കേട്ടോ. എന്റെ ഉമ്മാന്റെ അത്തരത്തിലുള്ള വീഡിയോ ഇട്ടു, അതിന് ചോദിക്കാനും പറയാനുമില്ല. എന്റെ ഭർത്താവ് എന്നെ പേടിച്ച് മരിച്ചു, അതിന് ചോദിക്കാൻ ആരും പേടിക്കാനില്ല. പക്ഷെ ജിന്റെ വീട്ടുകാരെ തൊട്ടുകുണിച്ചെങ്കിൽ ഷെരീഫിന് ആയുസുള്ളിടത്തോളം കാലം എന്നോട് അത് ചോദിക്കുകയും ചെയ്യും, ഇത് ചെയ്യുകയും ചെയ്യും. ഇജ എന്നെ കൊണ്ട് പറ്റണ എന്താ ചെയ്യുക. എന്റെ ലൈവിൽ വന്നിട്ട് ഒന്ന് വെല്ലുവിളിയടി, ഒന്നോണ പറയാണെന്നുള്ളതൊന്ന് കാണട്ടെ ഞാൻ. എനിക്ക് ഇനി എത്ര എണ്ണം ഞാൻ കാണിച്ചറിഞ്ഞ വെച്ചാൽ കാണിച്ചുതരാം. എന്റെ ബെസ്റ്റ് ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞത് ഞാൻ നടന്നിരുന്നില്ലേ, ആ ആൾക്ക് ഞാൻ ഒന്ന് വിളിച്ച് കാണിച്ചു കൊടുത്തേക്കണു. ഒന്ന് ചോദിച്ചോക്കെ, എന്നിട്ട് അത് നുണയാണോ അല്ലേ എന്നുള്ളത് ഇതൊന്ന് തെളിയിച്ചിട്ട് പാവേ കേട്ടോ. എനിക്ക് ഞാൻ കാണിച്ചു തരാം വീഡിയോ എങ്ങനെ ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. ഇജ അങ്ങനെ ഒതുങ്ങി ഓളൊക്കെ കഴിഞ്ഞപ്പോ പോള് പറയാ ഓലിക്ക് അല്ല കൊടുത്തോളുന്ന്. അപ്പൊ ഇതിന് മുമ്പ് എനിക്ക് അല്ല ഉണ്ടായിരുന്നില്ല. എന്റെ ഉമ്മാനി, എന്റെ കൂടപ്പറപ്പിങ്ങള്, എന്റെ ഭർത്താക്കന്മാര് ഇത്തരത്തില് സോഷ്യൽ മീഡിയയിലും സമൂഹത്തിന്റെ മുമ്പിലും ഇത്തരത്തിൽ നാണം കെടുത്തിയിട്ട് അന്ന് എനിക്ക് ഓർമ്മയില്ല അല്ല ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പൊ ഇവിടെ നമുക്ക് പെട്ടെന്നൊരു അള്ളാനെ കിട്ടിയ അതിനെന്ത് മനസ്സിലാക്കാം? സ്വന്തമായിട്ട് ഒരു ലിമിറ്റ് ഉണ്ട്. അത് ഞാനായാലും ഇയ്യായാലും, മനസ്സിലായോ? നമ്മളിങ്ങനെ തളച്ച് കയറുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി എനിക്ക് അങ്ങോട്ട് എന്തും നടക്കും എന്നുള്ള സ്വയം വിചാരല്ലേ, അത് മാറ്റിയേക്കണം എന്നാ ഞാൻ നിന്നോട് പണ്ടും വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ഇതൊന്നും തളരാൻ അത്ര വലിയ ഇതില്ല. ഇപ്പൊ പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ നടന്നോ? ഇല്ല. കറക്റ്റ് പിടിക്കേണ്ട പാത്രം പിടിച്ചോട് കൂടെ ലൊക്കായില്ലേ. ഇജെന്ത് വിചാരിച്ചേ? ജിന്നോട് ആദ്യമേ പറഞ്ഞേക്കുള്ളൂ, ഞാൻ എന്നെ പെണ്ണ് കേസിൽ കൊടുക്കും, ഞാൻ എന്നെ മറ്റേല് കൊടുക്കും, എന്റെ ഭാര്യ അങ്ങനെ ചെയ്തില്ലേ, എന്റെ മറ്റോ ഇങ്ങനെ ചെയ്തില്ലേ. ഇതൊക്കെ ചെയ്യുന്നത് ഇയായിരുന്നു. എന്നിട്ടാ ജി മറ്റല്ല പറഞ്ഞിരുന്നത്. ഇപ്പൊ ജി എന്റെ മറ്റേ ഹസ്ബൻഡ് വീട്ടുകാരില്ലേ, ഒലിക്കൊന്നും ഞാൻ അത് കാണിച്ചു കൊടുത്തിട്ടില്ല. അതെന്താ അറിയോ, അത് ഇന്റെ ഒരു സംസ്കാരം. ഒലിക്ക് ഞാൻ കാണിച്ചു കൊടുക്കാത്തത്. പക്ഷെ ആ വീഡിയോ, ഇന്റെ വീഡിയോസ് യൂട്യൂബിൽ ഇരിക്കണോടത്തോളം കാലം ഇജൊന്ന് പേടിച്ചണം കേട്ടോ. ഇജ് ശരിക്ക് പേടിച്ചണം, മനസ്സിലായോ? ഈ മക്കള് വരെ ഇല്ലെങ്കിൽ മുഖത്ത് തുപ്പും. എന്തിനാണ് എന്റെ കെട്ടിയോൻ തൂങ്ങിയെന്നുള്ളത് ഈ മക്കള് വരെ ചോദ്യം ചെയ്യും. അവിടേക്ക് ഞാൻ എന്നെ ആക്കും കേട്ടോ. ഇജ് കണ്ടോ, അന്നെ ഞാൻ അങ്ങനെ ഒന്നും പറയും. ഇജ് എന്ത് പാവാണ് പൈക്കണെന്നുള്ളത് എനിക്ക് നല്ല പോലെ അറിയാമല്ലേ. ഇജ് എന്ത് പാവാണ് പൈക്കണെന്നുള്ളത്. കാരണം എന്താ അറിയോ, ഇജാകെ കുടുങ്ങിക്കാണ്, ഇജ് ലോക്കയിക്കാണ്. അനക്ക് തിരിയാനും മറിയാനും പറ്റണില്ല. എന്റെ ഈ വീഡിയോ എന്റെ കയ്യിൽ പെടുന്നതിന്റെ മുമ്പ് തന്നെ ഇജ് ഏറെക്കുറെ ഒതുങ്ങിക്കണു. വീഡിയോയും കൂടി ഇനി പെട്ടപ്പോ ഇജ് വിളിച്ചു പറഞ്ഞ കഥ ആലോചിച്ചിട്ടാ എങ്ങനെ ഷെരീഫിന്റെ അടുത്ത് അത് കിട്ടിയത്. എങ്ങനെ ഷെരീഫിന്റെ അത് കിട്ടിയത്? അപ്പൊ യൂട്യൂബിലൊക്കെ ഞാകെ അത് ഇട്ട് പരത്തുന്നു. ആ ഇജ്ജാണ് ഇന്റെ പെണ്ണുങ്ങളുടെ മറ്റേ അളക്കാനും മറ്റേ തോണ്ടാലും വന്നിട്ടുള്ളത് ഇല്ലേ. എനിക്കും അവൾക്കും ഇത് അത് കേട്ട പേടിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ അറിയുന്നവർക്ക് അറിയാം ഞങ്ങൾ ഇവിടെ എങ്ങനെ ജീവിച്ചിരുന്നുള്ളത്. ഊരി തോണ്ടി പോണടത്ത് കൂടെ എല്ലാ അനാവശ്യം പറഞ്ഞു, അസഭ്യം പറഞ്ഞു, വെറുപ്പിച്ചും കൊണ്ടും. ഒരു മരിച്ച മയ്യത്തിനോട് പോലും ഇതൊരു പരിഗണന കൊടുത്തില്ല. ആ മുത്തു എന്ന് പറയുന്ന ആ ചെക്കന്റെ വാപ്പ മരിച്ചിക്ക. ആ മരിച്ച മയ്യത്ത് അവിടെ കിടക്കുമ്പോ ഇവള് കാട്ടിയത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ അതും കൂടി ഒന്ന് കാണി. അത് ഞാൻ വീണ്ടും ഇടുന്ന എന്തിനാ അറിയോ, നിങ്ങളത് കാണണം. ഇവിടെ യഥാർത്ഥ സ്വഭാവം എന്താ നിങ്ങളൊന്ന് കാണണം. അതൊന്നാണ് കാണി. മിസ്റ്റർ മുത്തു വാടാ വാടാ പുല്ല കഞ്ചാവടിയം മുത്തു. എന്റെ മക്കൾക്ക് തന്തയില്ല പറഞ്ഞവന് തന്തയില്ലാണ്ട് ആയില്ലേ മുത്തു. എപ്പിടീടാ മുത്തു പോയിൽ നാട്ടില് നിന്നെ അടിക്ക്. നിന്റെ കാരണല്ലേ അടിച്ച പൊട്ടിക്കണടാ. നിന്റെ കാരണം അടിച്ചു പൊട്ടിക്കാനാണെങ്കിൽ ഇല്ലാത്തോണ്ട് തന്തനെ നെഞ്ഞു ഉരുകി ചത്തില്ലടാ നിന്റെ തന്ത. നിന്നെ ആലോചിച്ച് ഉരുകി ചത്തടാ. എടാ പുല്ല മുത്തു, നീ വരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നടാ തെമ്മാടി. നീ വാടാങ്ങിട്ട്, നീ വാടാ പുല്ല. നീ എന്താ പറഞ്ഞേ? എന്റെ മക്കളുടെ നെല്ലിക്കാട് നാട്ടില് നടത്തിയ നീ കഞ്ചാവ് അടിപ്പി. എടാ കഞ്ചാവ് അടിയം പുല്ല മുത്തു. നീ എന്റെ മക്കളിനെ ആ തല്ലൂടനുടെ ഇടയിൽ തന്തയില്ലാത്ത മക്കളിനെ വളർത്തുന്ന
കെട്ടിയോനില്ലാണ്ട് നിരങ്ങിയിട്ട് നിന്റെ തള്ളക്ക് കെട്ടിയോനും ഇല്ലാണ്ടായി നിനക്ക് തന്തയില്ലാണ്ടാക്കിയില്ലടാ പടച്ചോന്. മിസ്റ്റർ മുത്തു ഇത് ആരോടെ കാണിക്കുന്നത് അറിയോ? ഒരു മരിച്ചു കിടക്കുന്ന ഒരു മയ്യത്തിനോടാണ് ഇവളെ ഈ കാണിക്കുന്നത്. ഇവളോട് എന്ത് ദയ കാണിക്കണം എന്നാ പറയണത്? ഇവളെ ഞാൻ ഇങ്ങനെ ചുറ്റിക്കൂട്ടി ഒതുക്കിയിട്ടില്ലെങ്കിൽ ഇവള് ഇന്ന് എവിടെ ആയിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കണോ? ഇവള് നന്നായി നിങ്ങളെ വിചാരം? അതൊക്കെ നിങ്ങളെ വെറും തോന്നല. ഇവളെ അനങ്ങാൻ വിടാത്തത് കൊണ്ടാണ് ഇവൾ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നത്. അവളെ ഞാൻ ഇനിയും ചെയ്യും, ഇനിയും വിടൂല ഞാൻ. അവളെ എന്നോട് വേറെ ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞേക്കണു ഇന്റെ അടുത്ത് 4 വീഡിയോസ് ഉണ്ട്, വേറെ അടുത്തും വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ ഇന്റെ അടുത്ത് 2 വീഡിയോസ് ഉണ്ട്, ഒക്കെ വിട്ടരാന്നുള്ളത്. ഒക്കെ ഉണ്ട് വരട്ടെ. ഫോട്ടോസ് വേറെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ വിളിച്ചിരുന്നു. എനിക്കിപ്പോ എനിക്ക് വിട്ടാന്നില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് കിട്ടേണ്ടത് കിട്ടിയെങ്കിലും ആ ഇന്റെ അടുത്ത് ഉണ്ടായിരുന്നു. അത് ഞാൻ എനിക്ക് വിട്ടുന്നതുമാണ് അല്ലേ. ഇനി വിടാത്തതും ഇന്റെ അടുത്തുണ്ട്. അതുകൊണ്ട് എന്റെ വിളച്ചിൽ ഇന്റെ അടുത്ത് ഇങ്ങോട്ട് എടുക്കരുത് കേട്ടോ. ഇന്റെ മക്കളെ കുറിച്ചിട്ടും എന്റെ ഭാര്യനെ കുറിച്ചിട്ടും എന്റെ മാതാപിതാക്കളെയും തെറി പറഞ്ഞ ആ വീഡിയോ നിന്റെ യൂട്യൂബ് അക്കൗണ്ടിൽ ഇട്ടിട്ട് നന്നായ ചരിത്രം പറയുന്നുണ്ടല്ലോ. അതൊക്കെ അവിടെ പള്ളിത്തൊടുവിൽ പോയി പറഞ്ഞാൽ മതി. ഷെരീഫിന്റെ അടുത്ത് വേണ്ട. അന്ന അങ്ങനെയൊന്നും ഞാൻ ഒഴിവാക്കൂല. അപ്പൊ ഇതൊക്കെയാണ് സാജിദയുടെ കഥ. ഓളിപ്പം നന്നായിക്കാണ്. എങ്ങനെ ഇതൊക്കെ കിട്ടേണ്ടതൊക്കെ കിട്ടിയപ്പോ ഓൾക്ക് തോന്നേണ്ടതൊക്കെ തോന്നിയിക്കാണ്. അതുകൊണ്ട് ഇവള് നന്നായിന്റെ പേരിൽ ഇവളെ വിട്ടിട്ട് പിന്നെ ഞാൻ വേറൊരു കളിക്കുന്നുള്ളത് നിങ്ങൾ ആരും വിചാരിക്കണ്ട. ഇടക്കും തിടക്കും ആഴ്ചയിൽ ഒന്നെങ്കിലും ഞാൻ എനക്ക് തരും. അതെന്തുകൊണ്ടറിയോ? ഇല്ലെങ്കിൽ എനിക്കൊരു മനസ്സുഖം ഉണ്ടാവില്ല. കാരണം എന്താ, എന്റെ ഭാര്യ അങ്ങനെയാണ്, എന്റെ മക്കൾ ഇങ്ങനെ, എന്റെ അമ്മ അങ്ങനെ, എന്റെ വാപ്പ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ ചെയ്തും കൊണ്ട് പോവുകയല്ലേ, ഇത് ചെയ്തും കൊണ്ട് നടക്കല്ലേ. ഇപ്പൊ എന്തായി അറിയോ? ഇവളെ സകല കാമുകന്മാരെ ഞാൻ ബ്ലോക്ക് ചെയ്തു. ഇവളെ സകല കാമുകന്മാരെ ഞാൻ ബ്ലോക്ക് ചെയ്തു എന്ന് മാത്രമല്ല, ഓലൊക്കെ പേടിച്ചിക്കണു. അതുകൊണ്ട് ഇവളെ ഒഴിവാക്കിക്കണു. പിന്നെ ഇവളാ മൂട്ടത്തേക്കണ ക്രീമില്ലേ, അതും പാർക്കും വേണ്ട. പിന്നെ ഇവളേക്ക് വലിയ കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു, പാതിരാ കസ്റ്റമേഴ്സ്. അതും നിന്നു പറഞ്ഞ ഇവിടെ മണ്ണാർക്കാട്ടേരത്ത് ആ കളിയൊന്നും നടക്കൂല. അങ്ങോട്ടാണ് കയറി ചെന്ന മുട്ടുകളി അച്ഛനെ മുറിച്ചു. അതുകൊണ്ട് പാതിരാ കസ്റ്റമർ നിന്നുകൂടും. അപ്പൊ ചുരുക്കം പറഞ്ഞ വരുമാനം മൊത്തത്തിലാണ് സ്റ്റക്കായി. ഞാൻ ആദ്യം എന്റെ ഉദ്ദേശം അത് തന്നെയായിരുന്നു. ഇവളെ ഈ പണമാണ് ഇവൾക്ക് എല്ലാം എന്ന് വിചാരിച്ച് നടന്നത്. യൂട്യൂബിൽ നിന്ന് കിട്ടുക, പിന്നെ മറ്റുള്ളവരുടെ സഹായം. ഓരോരുത്തരുടെ സഹായം സഹതാപവും കണ്ടാണ്ടല്ലോ ഇവൾ ആരെങ്കിലും തള്ളക്ക് വിളിച്ചു വെക്കാരാൻ പൂരെ തെറി. അതിന്റെ അടിയിലാണ് ഇവല് വന്നിട്ട് മാഷാള്ള അടിക്കുന്നു. ഇവനിക്കൊക്കെ എന്താണ് മാഷാള്ളന്ന് ഇതുവരെ തിരിഞ്ഞപ്പോഴും എനിക്കറിയില്ല കേട്ടോ. എന്തുകൊണ്ടാണ് ഈ മാഷാള്ള അതിന്റെ അർത്ഥം എന്താന്നുള്ളതും ഇവനിക്ക് തിരിഞ്ഞപ്പോഴും ഒരു പിടുത്തമല്ല. ഇവളെ തെറിയുടെ അടിയിലാണ് മാഷാള്ള അടിച്ചത്. മോനെ ആദ്യം അടിച്ചണം. ഇവല് കുറച്ച് ദീനിയാളാ. ഇങ്ങനെയല്ലേ ദീന. ഓള് തെറി പറയാനും ഇവൻ മാഷാള്ള കമന്റ് അടിച്ചാനും എന്തായാലും കൊള്ളാം. അതുകൊണ്ട് ആ പ്ലേറ്റും കൊണ്ട് ജിങ്ങട്ട് വന്നിട്ടുണ്ട്. ഇവിടുന്ന് ഞാൻ എനിക്ക് ചോറ് കഞ്ഞി തരൂല. അണക്കുള്ള കഞ്ഞിയും ചോറും ഞാൻ വേറെ സ്പെഷ്യലി ബിരിയാണി തന്നെ എനിക്ക് ഞാൻ തരും. ഇപ്പൊ തന്നോടത്തോളൊക്കെ മതിയായില്ലേ. ആരൊക്കെ പറഞ്ഞു ഇപ്പൊ മലമ്പുഴക്കൊക്കെ ടൂർ വയ്ക്കണമെന്ന്. ഇജ്ജ് മലമ്പുഴക്കൊന്നും അല്ലല്ലോ പോയിന്ന്. ഇജ്ജ് വലിയ ടൂറല്ലേ പോകാൻ നിന്ന്. ഇപ്പൊ എന്താ ആർക്കും വേണ്ടേ? എന്നെ സഹായിക്കേണ്ടവരും എന്നെ സംരക്ഷിക്കേണ്ടവരും ഒരു 4-5 ആൾക്കാരെ ഒരേമാതിരി കെട്ടാന്നും പറഞ്ഞിട്ട് മഹറിന് കായും വാങ്ങി മൂഞ്ചിച്ചിട്ട് എന്നിട്ട് ഓലാണ് ബ്ലോക്ക് ചെയ്യുകയും ചെയ്തിട്ട് ഓല ഇതൊക്കെ ഓരോ വീഡിയോസ് എൻ്റെ അടുത്ത് പെട്ടിട്ടില്ലേ? നല്ലോണം ആലോചിച്ചോ. എന്നിട്ട് ഈ നല്ലോള് അന്നെ കുറിച്ചിട്ട് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞ ഓല് ഭയങ്കര മോശം അല്ലേ? ശരിയാക്കി തരാം കേട്ടോ. ഇതിനൊരു റിപ്ലൈ കൊടുക്കുക. എന്നോട് ഇങ്ങനെ ചോദിക്കണില്ലേ ഷെരീഫ് പറഞ്ഞത് ശരിയാണോ, ഷെരീഫ് പറഞ്ഞത് ശരിയാണോ? അല്ലെങ്കിൽ അല്ലാന്ന് വെച്ച് പറ, ഞാൻ തെളിയിക്കാന്ന്. എന്നിട്ട് ജിന്റെ പേരിൽ കേസൊന്നു കൊടുക്ക. ഞാൻ കേസാണ് നടത്തിക്കോളാം. എന്നിട്ട് എന്റെ വീഡിയോ നമുക്ക് പോസ്റ്റ് ചെയ്യാം. ഇജിന്റെ വൈഫിനെ കുറിച്ച് പറഞ്ഞ ഇജാണ് തെളിയിക്കേണ്ടി വരും. ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞത് ഞാനാണ് തെളിയിക്കാം. പോരെ? എന്നാ അങ്ങനെ പോട്ടെ. എന്നാ